നിങ്ങളൊരു വാഹനമുള്ള ആളാണോ, അല്ലെങ്കിൽ നിങ്ങൾ വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടുക. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ വാഹനം വഴിയിൽ കുടുങ്ങി എമർജൻസി ആയിട്ട് നമുക്ക് ബാറ്ററി ഡൗൺ ഒക്കെ ആയി വഴിയിൽ കുടുങ്ങിയാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ബാങ്ക് വിത്ത് ബാറ്ററി ബൂസ്റ്ററാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഒരു അൺബോക്സിങ്, ചെറിയൊരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കാണിക്കാൻ പോകുന്നത് ബാറ്ററി ജമ്പറാണ്. ഇതാണ് സംഭവം. ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പെയ്ഡ് റിവ്യൂ അല്ല, ഒരു അൺബോക്സിങ് മാത്രമാണ്. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ബോക്സ് ഇതാണെന്ന്. ഇത് ഓട്ടോ എമർജൻസി ജമ്പർ സ്റ്റാർട്ടറാണ്. അതായത് നമ്മുടെ വാഹനം ബാറ്ററി ഒക്കെ ഡൗണായി വഴിയിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാൻ കാണിക്കാം. അതിൻ്റെ സ്റ്റാർട്ടറും ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അതുപോലെ തന്നെ ഒരു പവർ ബാങ്കും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടയറിൽ എയറൊക്കെ കമ്മിയായി കഴിഞ്ഞാൽ എയർ അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എയർ കംപ്രസർ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഈ പവർ ബാങ്ക് കൊണ്ട് തന്നെ ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് തുറന്നു നോക്കത്. ഇതിൻ്റെ കൂടെ ഒരു കാർഡുണ്ട്. കാർഡ് നമുക്ക് മാറ്റി വെക്കാം. പിന്നുള്ളത് ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല അതിൻ്റെ ക്ലിപ്പുകളാണ്. പ്ലസ്, ഇത് മൈനസ്. അതേപോലെ തന്നെ ഇത് പവർ ബാങ്ക് ചാർജ് ചെയ്യാനുള്ളതാണ്, ചാർജറാണ്. ഇത് നമ്മുടെ കാറിൻ്റെ സ്ലോട്ടിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഇത് പവർ ബാങ്കിൽ നമുക്ക് മൊബൈൽ, സിയും ലൈറ്റ്നിങ് പോർട്ട്, സാധാ നമ്മൾ സാംസങ്ങിൻ്റെ ഒക്കെ വരുന്ന പോർട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒരുപാട് കേബിൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പോർട്ടുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിൾസ്. ഈ കേബിളുകൾ ഇവിടെ ഇതിലിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറേ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കമ്പ്യൂട്ടറിൻ്റെയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ഇനി ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്. ഇതാണ്. ഇത് 68,000 mAh ബാറ്ററിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും അതാണ് ഇതിൻ്റെ കൂടെ പവർ ബാങ്ക്. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ കൊടുക്കണത് അതിൻ്റെ ഉള്ളിലാണ്. എന്തായാലും മാറില്ല, കാരണം രണ്ടും രണ്ട് പോർട്ടാണ്. നമുക്ക് അറിയാത്ത ആൾക്കാർക്കും ചെയ്യാൻ കഴിയും. ഇവിടെയാണ് അതിന് കൊടുക്കുക. അതിനുശേഷം ഇത് ബാറ്ററിൻ്റെ പ്ലസ്സിൽ കൊടുക്കുക. ഇത് ബാറ്ററിൻ്റെ നെഗറ്റീവിലും കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് ആദ്യം ഓൺ ചെയ്യണം. ഈ ഓണിലാക്കി വെക്കണം. ഇവിടെ സ്വിച്ച് ഉണ്ട്. ഇത് ഓണിക്കാക്കിക്കുക. പിന്നെ ഇത് നമ്മുടെ പവർ ബാങ്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ടാണ്. പിന്നെ 4 USB ഉണ്ട്. 5 വോൾട്ടിൻ്റെ ഔട്ടുള്ളത്. ഇതിൽ ചാർജിൻ്റെ അളവ് കാണിക്കുന്നതാണ്. ചാർജ് ഫുള്ളാണ്. ഇപ്പോൾ ചാർജ് ഫുള്ളുണ്ട്. ഇത് പിന്നെ വലിയൊരു ഔട്ടിൻ്റെതാണ്. നമുക്ക് ഇത് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ വേറെ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ദൂരെ അത് വന്ന് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഇത് 3 ടോർച്ചാണ് വരുന്നത്. ടോർച്ചായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ടോർച്ച് ഇതാണ് ടോർച്ചിൻ്റെ. ഇതുമേ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടോർച്ച് വർക്കാവും. ഈ ഒരു ബട്ടണുമേ, പവർ എന്ന് എഴുതിയ ബട്ടണുമേ. അതേപോലെ തന്നെ ഇത് ഒരു വട്ടം നെക്കി കഴിഞ്ഞാൽ ബ്ലിങ്ക് ആവും. പിന്നെ ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പവർ ബാങ്ക്. അതേപോലെ തന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് എയർ കംപ്രസറാണ്. ഈ കംപ്രസർ ഇത് എയറിൻ്റെ ലൈനാണ്. ഇതിൻ്റെ പവർ കൊടുക്കാനുള്ളത്. അത്
നമുക്ക് ഈ ഒരു പവർ നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കണക്ട് ചെയ്യാം. അതിനുശേഷം ഈ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ വേറെ വരും. അപ്പോൾ അതാണ് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടയറുകളിലൊക്കെ എയർ അടിക്കാം. അപ്പോൾ ഇതുകൊണ്ട് 2 ഉപയോഗം നടക്കും. ഒന്ന്, വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ ബൂസ്റ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ടയറൊക്കെ പഞ്ചറാവുകയോ അടുത്തേക്ക് ഉള്ള പഞ്ചർ സ്റ്റേഷനിലേക്കൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എമർജൻസി ആയിട്ട് ചാർജ് ചെയ്യാനും കഴിയും. ഇതുകൊണ്ട് എയർ അടിക്കാനും കഴിയും. അതേപോലെ തന്നെ നമുക്ക് മൊബൈൽ എല്ലാതും ചാർജ് ചെയ്യാനും കഴിയും. ഒരു ടോർച്ചായിട്ട് ഉപയോഗിക്കാം. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇവിടെ 200 റിയാലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ്. അതിൻ്റെ കുറവുള്ളതും കമ്മിയുള്ളതൊക്കെ ഉണ്ട്. കുറവുള്ളതും കൂടുതലുള്ള സംഗതികളുണ്ട്. ഇതിൻ്റെ ആംബിയർ കൂടുതലുള്ളതുണ്ടാവും. അപ്പോൾ അതിന് കൂടുതൽ ക്യാഷ് ഉണ്ടാവും. പിന്നെ ഇത് പവർ ബാങ്ക് മാത്രമായിട്ട് വരുന്നതുകൊണ്ട് അതിന് കുറച്ച് ക്യാഷ് ഉണ്ടാവുള്ളൂ. ഈ എയർ കംപ്രസർ അതിൻ്റെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. നമ്മുടെ വാഹനങ്ങളിൽ ഒരു ബോക്സ് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ബോക്സിൻ്റെ. പിന്നെ ഇത് ചാർജ് ചെയ്യാൻ നമുക്ക് സാധാ പ്ലഗിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് വാഹനത്തിൻ്റെ നമ്മുടെ USB കുത്തലില്ലേ, അതിൻ്റെ ഉള്ളിലായിട്ട് ഇതിൽ നിന്ന് ചാർജ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് ലെങ്ത്ത് കമ്മിയാണ്. നമ്മൾ വേറെ എക്സ്റ്റൻഷൻ ചേർക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയുള്ള വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.